കോളേജൊക്കെ തുടങ്ങിയതിനു ശേഷം പെട്ടെന്നൊരു മഴ അവധി കിട്ടി ഗൈസ്. അപ്പൊ അന്നത്തെ ഒരു ദിവസം നമുക്ക് അന്നേ ദിവസം തന്നെ അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. സോ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കുള്ള ഫുഡ് ഒക്കെ ഞങ്ങളുടെ മെയിൻ ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ. സോ ഞങ്ങൾ വെറൈറ്റി സ്റ്റൈൽ ന്യൂഡിൽസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതായത് ഞങ്ങൾ ഒരു യൂട്യൂബിൽ കണ്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതിന്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞതറിയില്ല, ബിക്കോസ് അത് അനുവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്ന പരിപാടി ജസ്റ്റ് ചെറിയ ചെറിയ ഹെൽപ്പിംഗ് മാത്രമേ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ആർക്കെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ റെസിപ്പി അയച്ചാൽ. ഇങ്ങനെയുള്ള വെറൈറ്റി പരീക്ഷണങ്ങളൊക്കെ അമ്മയില്ലാത്തപ്പോൾ ചെയ്യണതാണ് ബെറ്റർ. അല്ലെങ്കിൽ നമുക്ക് ഓരോ പണി കിട്ടും. അതായത് നന്നായില്ലെങ്കിൽ അതിന് പ്രശ്നമാവുമല്ലോ. സോ ഇത് ഞങ്ങളുടെ പേടി ഉണ്ടായിരുന്നു, നന്നാവും നന്നാവില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കാതിരിക്കേണ്ടി വന്നേനെ. ബട്ട് കുഴപ്പമില്ലായിരുന്നു ഗൈസ്, നന്നായി. ഞങ്ങൾ മാഗി നൂഡിൽസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് ഞങ്ങൾ വാട്ടറിന് പകരം ജസ്റ്റ് ഒരു മസാല ഉണ്ടാക്കിയതിന് ശേഷം അതിലിട്ട് മിക്സ് ആക്കണം. അതാണ് ഇപ്പൊ വ്യത്യാസം. പിന്നെ ഞങ്ങൾ അതിൽ കാണിക്കാത്തൊരു കാര്യം ചെയ്യുന്നുണ്ട്, അതായത് മുട്ട കൊത്തി വറുത്തിടുന്നത്. അങ്ങനെ അതൊക്കെ ഇട്ട് മിക്സ് ആക്കി കഴിയുമ്പോഴേക്കും സാധനം റെഡി ആവും. പിന്നെ നല്ല പുറത്ത് നല്ല മഴയും ഉണ്ടായിരുന്നു, പിന്നെ നല്ല മണൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബട്ടർ ഇട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് പറ്റാത്തൊരു കാര്യം ഉണ്ടായത്. ബട്ട് ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ സാധനം ആക്ച്വലി ബട്ടറിന് പകരം ചീസ് ആയിരുന്നു വേണ്ടത്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞങ്ങൾ അത് ഇനി അതിനുശേഷം ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ പുറത്ത് മഴയുണ്ട്, ഒരു ചൂട് ചായക്ക് നല്ലതാണല്ലോ ഗൈസ്. അപ്പൊ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗൈസ് വേറെന്തോ സാധനം കിട്ടാതെ അപ്പൊ അത് തപ്പിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പൊ ഞാൻ കേട്ടോ. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഗൈസ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. എനിക്ക് എന്തോ അതിന്റെ മണം കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു മാതിരി തോന്നി. കഴിച്ചു നോക്കിയപ്പോ കൊള്ളാം ഗൈസ്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും കൂടുതൽ കഴിക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം എന്തോ ബട്ടറിന്റെ ടേസ്റ്റ് എനിക്ക് അത്രയും പിടിക്കുന്നില്ല. ആദ്യമൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് തോന്നി ആ കൊള്ളാം കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. പക്ഷെ അതുകൊണ്ട് അങ്ങനെ പിടിച്ചില്ല. സാധനം സത്യം പറഞ്ഞാൽ ബട്ടറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല സാധനമാണ്. പിന്നെ ചീസ് ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിന് കേട്ടോ. പിന്നെ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ്. ഇനി അടുത്ത പരിപാടി ഗൈസ്, ഞങ്ങൾ ഇവിടുത്തെ പുഴ കാണാൻ വേണ്ടി പോവാണ്. അതായത് മഴാവധി കിട്ടിയാൽ ഞങ്ങൾ ഇവിടുത്തെ പുഴ എന്തായാലും നിറയും ഗൈസ്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ്. പിന്നെ ഞങ്ങളുടെ പ്രദേശത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രദേശം നല്ല ഹരിതരമണീയ പ്രദേശമാണ് ഗൈസ്. ഞങ്ങൾ പോണ വഴിക്കൊരു മയിൽ ഡാൻസ് കളിക്കുന്നത് കണ്ടു. പക്ഷെ ഞങ്ങളെ കണ്ടതും അത് മയിൽപ്പീലി താഴ്ത്തിട്ടു ഗൈസ്. വേറെ ഒന്നുമല്ല, ഞങ്ങൾ ശബ്ദം. പിന്നെ ഗൈസ് പുഴ നിറയെ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര ഇല്ലെങ്കിലും എന്നാലും നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ ഇവിടെ നിറച്ച് സ്റ്റെപ്പുകളാണ് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ആകെ ഒരു സ്റ്റെപ്പ് മാത്രമേ കാണുള്ളൂ, ബാക്കിയൊക്കെ സത്യാവസ്ഥ പറയുകയാണെങ്കിൽ റോഡ് വരെ സത്യം പറഞ്ഞാൽ ഈ മഴയത്തൊക്കെ എത്താറുള്ളതാണ്. പക്ഷെ ഡാം തുറക്കാത്തതുകൊണ്ടാണ്. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇതിൽ കൂടെ പാമ്പ് പോകുന്നുണ്ട് ഗൈസ്, അതാണ് നിങ്ങൾക്ക് കാണിച്ചത്. മഴ പെയ്യാൻ വേണ്ടി പോവാണ്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ആകെ ഒരു കുടയുള്ളൂ ഗൈസ്. ഞങ്ങൾ ഒരു കുട മാത്രമേ എടുത്തുള്ളൂ. എന്നിട്ട് ഈ മൂന്നെണ്ണം കൂടി ഈ കുടയിൽ പോയിട്ട് ഞങ്ങൾ എന്താ ചെയ്തത്, ഞങ്ങൾ ചേമ്പിന്റെ ഇല പിടിച്ചിട്ട് തലയിൽ മുകളിൽ വെച്ചിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ. അവര് നല്ല സുഖമായിട്ട്, അവർക്ക് എന്തൊരു ഒത്തൊരുമ അറിയും. ഒരു കുടയുള്ളൂ, അതുകൊണ്ടുള്ള ഒത്തൊരുമയാണ് നിങ്ങളാ കാണുന്നത്. പക്ഷെ ഞങ്ങൾ ആ ചേമ്പിന്റെ ഇലയും മുകളിൽ വെച്ചിട്ട് പോകുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പോയി ഗൈസ്. പിന്നെ വീട്ടിലെത്തിയപ്പോഴാണ് വീണ്ടും മഴ പെയ്യാൻ വേണ്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഉച്ചയ്ക്കുള്ള ഫുഡിന്റെ പരിപാടി നോക്കണമല്ലോ. സോ നമ്മൾ അതിനുവേണ്ടി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി ചോറും കൂട്ടി കഴിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.